ഹായ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കൗൺസിലിങ്ങിന് പോകുന്നത് നല്ലതാണോ അതോ മോശമാണോ? തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം നമുക്കൊരു ശരീരത്തിന് രോഗം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, ചികിത്സിക്കുന്നു, ആരോഗ്യം വീണ്ടെടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുള്ളവർ, നന്നായിട്ട് സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടുള്ളവർ, അവർ വിവിധങ്ങളായ തെറാപ്പികളൊക്കെ ഉപയോഗിച്ച് നിങ്ങളെ സഹായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എന്തു തന്നെ ആയാലും അതിനെ അതിജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് പണ്ട് കാലത്ത് കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ടാബു ആയിട്ട് കണ്ടിരുന്നെങ്കിൽ ഇന്ന് അതൊരു നോർമലായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു കൗൺസിലറെ കണ്ട് നമ്മളത് പരിഹരിക്കണം. രണ്ട് തരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്. ഒന്ന് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അഥവാ സയന്റിഫിക് കൗൺസിലിംഗ്, മറ്റൊന്ന് സ്പിരിച്വൽ കൗൺസിലിംഗ്. സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൗൺസിലിംഗ് ആണ്. ഓരോ മതത്തിനും ആ മതത്തിൻ്റെതായ വിശ്വാസ സംഹിതകളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കൗൺസിലിംഗ് ആണ്. ഇപ്പോൾ ഒരു വ്യക്തി വരുമ്പോൾ തന്നെ ദൈവാത്മാവിന്റെ സഹായത്താൽ ആ വ്യക്തിയുടെ പ്രശ്നം വെളിപ്പെട്ട് കിട്ടുമെന്നും ദൈവാത്മാവ് തരുന്ന ഉത്തരം ആ വ്യക്തിയെ നേർവഴിക്ക് നയിക്കാൻ പര്യാപ്തമാണെന്നും ചിന്തിക്കുന്ന ഒന്നാണ് സ്പിരിച്വൽ കൗൺസിലിംഗ്. സത്യത്തിൽ സ്പിരിച്വൽ കൗൺസിലിംഗ് വളരെ ഉപകാരപ്രദമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്പിരിച്വൽ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത് സ്പിരിച്വൽ കൗൺസിലിംഗും സൈക്കോളജിക്കൽ കൗൺസിലിംഗും ചേർന്ന ഒരു ബ്ലെൻഡാണ്. ഇത് രണ്ടും കൂടെ ഞാൻ എൻ്റെ കൗൺസിലിംഗിനെ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ആന്തരികമായ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ജീവിത പ്രശ്നം ഉണ്ടാകുമ്പോൾ, തളർന്നു നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിൽ അശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ആ വ്യക്തിയെ തകർത്ത് കളയും എന്നുള്ളതാണ് ഈ സ്പിരിച്വൽ കൗൺസിലിംഗിന്റെ അടിസ്ഥാന തത്വം. ശരിയാണ്, ഒരു മനുഷ്യനിൽ 3 ആത്മാക്കൾക്ക് പ്രവർത്തിക്കാം. ദൈവാത്മാവിനും പ്രവർത്തിക്കാം, മനുഷ്യാത്മാവിനും പ്രവർത്തിക്കാം, അശുദ്ധാത്മാവിനും പ്രവർത്തിക്കാം. എന്നാൽ ഈ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ഈ ഒരു കൗൺസിലിംഗിന് അപ്പുറം ചില സയന്റിഫിക് ആയ കൗൺസിലിംഗും വേണം, സൈക്കോളജിക്കൽ കൗൺസിലിംഗും വേണം. സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ശരിക്കും ശാസ്ത്രീയമായ ടെക്നിക്സുകൾ, ടൂൾസ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിയുടെ പ്രശ്നത്തെ വിശകലനം ചെയ്തൊരു ഉത്തരം കൊടുക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കൗൺസിലിംഗ് ടെക്നിക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിലൊന്നാണ് ഹിപ്നോതെറാപ്പി, മറ്റൊന്നാണ് ആക്സസ് ബാർ തെറാപ്പി, മറ്റൊന്നാണ് CBT, വേറൊന്നാണ് REBT, മറ്റൊന്നാണ് NLPയിലെ വിവിധങ്ങളായ ടെക്നിക്സുകൾ. ഇത്തരം ടെക്നിക്സുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ ക്ലയന്റ് വരുമ്പോഴും ഏതാണ് അയാൾക്ക് ഉചിതം എന്ന് തിരിച്ചറിഞ്ഞ് ഉചിതമായ തെറാപ്പി കൊടുക്കാൻ ഒരാൾക്ക് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മാറ്റമുണ്ടാകും. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് ആണ്. സൈക്കോളജിക്കലായിട്ടും അതേസമയം സ്പിരിച്വൽ ആയിട്ടുമുള്ള രണ്ടിനെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് സമഗ്രമായ ഒരു മാറ്റത്തിന് ഒരു വ്യക്തിയെ